ജേഴ്സി നമ്പർ 9 റൈറ്റ് ഹാൻഡഡ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നതിന് ദൈവം സഹായിച്ച് ഇതുവരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ക്രിക്കറ്റിലോട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഒരു 5 വർഷം മുന്നോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ 2 വർഷം മുന്നേ ഉള്ള സഞ്ജു സാംസൺ അല്ല ഇപ്പോൾ സഞ്ജു സാംസൺ ആയിട്ട് ക്രിക്കറ്ററായിട്ട് കളിക്കുന്നത്. അപ്പോൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ക്രിക്കറ്റിലോട്ട് വളരെ സന്തോഷമുള്ള ഒരാളാണ്. അപ്പോൾ ക്രിക്കറ്റ് ഇല്ലെങ്കിൽ വേറെ ഒന്നും ലൈഫിൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ക്രിക്കറ്റ് ആണ് ലൈഫ്. അത് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റ് അല്ലായിരുന്നെങ്കിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ കുറെ ചോദിച്ചിട്ടുണ്ടാവും. ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റി? ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്ത്? ക്രിക്കറ്റ് ആണല്ലോ ഇപ്പൊ ജീവനും ശ്വാസവും ഒക്കെ. ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? അത് എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഡൽഹിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കുമായിരുന്നു. നമ്മൾ ചെറുപ്പം ഡൽഹിയിലായിരുന്നു. അച്ഛൻ ഫുട്ബോളർ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ഫുട്ബോളറായി മാറായിരുന്നു, ചിലപ്പോൾ ഒരു ഡൽഹി പോലീസായി മാറായിരുന്നു. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇന്റർവ്യൂലൊക്കെ പറയും ഒരു IPS ആയി മാറുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ കുറച്ച് വലുതായപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലെന്ന്. അപ്പോൾ ക്രിക്കറ്റ് തന്നെ കളിച്ച വലിയ സന്തോഷം. കുടുംബത്തിൽ നിന്ന് ഒരാളെന്ന് പറയുമ്പം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം ഏത് ടീം ഇട്ടാലും അതിൽ ഞങ്ങളുടെ പയ്യൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുമ്പോൾ ഞാൻ ഇപ്പൊ ഒരു റീസെന്റ് പോസ്റ്റ് തന്നെ ബ്രദറിന്റെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പോസ്റ്റിന്റെ ഒക്കെ പുറകിൽ ഒരു സങ്കടമാണോ അതോ ദേഷ്യമാണോ അങ്ങനെ ഓപ്പർച്യൂണിറ്റി നമുക്ക് അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ? അത് സങ്കടമല്ല. അത് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല, ഒട്ടും റിയാക്ട് ചെയ്യാറില്ല. അപ്പൊ ഞാനത് റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളൊരു ക്യാപ്ഷനാണ് ഇട്ടത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ലൈഫ് നമുക്ക് പലതും ആഗ്രഹിക്കാം. നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നാളെ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ നാളെ അതായി മാറണമെന്ന് ആലോചിക്കാം. ദൈവം സഹായിച്ച് ഇതുവരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ക്രിക്കറ്റിലോട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഒരു 5 വർഷം മുന്നോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ 2 വർഷം മുന്നേ ഉള്ള സഞ്ജു സാംസൺ അല്ല ഇപ്പോൾ സഞ്ജു സാംസൺ ആയിട്ട് ക്രിക്കറ്ററായിട്ട് കളിക്കുന്നത്. അപ്പോൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ക്രിക്കറ്റിലോട്ട് വളരെ സന്തോഷമുള്ള ഒരാളാണ്. അപ്പോൾ ക്രിക്കറ്റ് ഇല്ലെങ്കിൽ വേറെ ഒന്നും ലൈഫിൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ക്രിക്കറ്റ് ആണ് ലൈഫ്. അത് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റ് അല്ലായിരുന്നെങ്കിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ കുറെ ചോദിച്ചിട്ടുണ്ടാവും. ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റി? ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്ത്? ക്രിക്കറ്റ് ആണല്ലോ ഇപ്പൊ ജീവനും ശ്വാസവും ഒക്കെ. ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? അത് എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഡൽഹിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കുമായിരുന്നു. നമ്മൾ